ബീഫ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നല്ല ടേസ്റ്റിയായി സിമ്പിളായി എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ അവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ചെറുതായി ഇതേപോലെ അരിഞ്ഞെടുത്താണ്. ഇത് ഞാൻ കുക്കറിൽ ഒരു 6 വിസിൽ വരെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 6 വിസിൽ വരെ വേവിച്ചെടുത്താണ്. അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർക്കുക. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി എരിവിന് വേണ്ടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാല എടുത്തിട്ടുണ്ട്, ഒരു 3/4 ടീസ്പൂണ്. ഇനി ഒരു 2 ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ബീഫാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുകളിലത്തെ ഒരു കോട്ടിങ്ങിന് വേണ്ടിയാണ് ഈ ഉപ്പ് ചേർക്കുന്നത്. ഇനി വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് ഫ്ലേവർ നൽകുന്നത്. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില അരിഞ്ഞ് ചേർക്കാം, അല്ലാതെയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒന്നും ഉടഞ്ഞു പോകാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു എരിവിന് വേണ്ടിയാണ്. എരിവിന് വേണ്ടി കുരുമുളക് പൊടി മാത്രമേ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ കാശ്മീരി മുളക് പൊടിക്ക് അത്ര എരിവൊന്നും ഉണ്ടാവില്ല, ഒരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് 1/2 മണിക്കൂർ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണിൽ ലേശമായി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഒരു ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ നേരമൊന്നും വേണ്ട, കാരണം വെന്ത ബീഫാണ്. അപ്പോൾ നന്നായി ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. കൂടുതലായി പോയാൽ പൊടിഞ്ഞു പോകും. ഇപ്പോൾ നന്നായി ഡീപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വാങ്ങിയെടുക്കാം. ഇപ്പോൾ നന്നായി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കോരിയെടുക്കാം. അപ്പോൾ അടുത്ത ബാക്കിയുള്ള ബീഫും കൂടെ അതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ആയി വന്നിട്ടുണ്ട് 2 ഭാഗവും. നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റിയാണ് പൊറോട്ടൻ്റെ ഒക്കെ ചോറിൻ്റെ ഒക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായ റെസിപ്പിയാണ്. അപ്പോൾ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.